ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അസത്യദർശനത്തിലെ 10ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഏകം സത്യം ന ദ്വിതീയം ഹ്യസത്യം ഭാതി സത്യവത് ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാ കൃതം. ഏകം സത്യം ന ദ്വിതീയം ഹ്യസത്യം ഭാതി സത്യവത് ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാ കൃതം. ഇതാണ് ശ്ലോകം. ഏകം സത്യം ദ്വിതീയം ന അസത്യം ഹി സത്യവത് ഭാതി ശിലാ ഏവ ശിവലിംഗം ശില്പിനാ കൃതം ദ്വിതീയം ന. ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ആദ്യമായി ഈ ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ഏകം സത്യം, ഒന്ന് മാത്രം സത്യം, സത്യം ഒന്നേ ഉള്ളൂ. ദ്വിതീയം ന, രണ്ടാമതൊന്ന് സത്യമല്ല, സത്യമായി രണ്ടാമതൊന്നില്ല. അസത്യം ഹി സത്യവത് ഭാതി, അസത്യം തന്നെ സത്യമായി ഭാസിക്കുന്നു. ശില ഏവ ശിവലിംഗം, ശിവലിംഗം ശില തന്നെ. ശില്പിനാകൃതം ദ്വിതീയം ന, ശില്പിയാൽ നിർമ്മിക്കപ്പെട്ട രണ്ടാമതൊന്നല്ല. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. സത്യം ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. പലതുണ്ട് എന്ന് തോന്നുന്നിടത്ത് സത്യമായി ഭാസിക്കുന്നത് അസത്യം തന്നെയാണ്. ശിവലിംഗം ശില തന്നെ, ശില്പിയാൽ നിർമ്മിതമായ മറ്റൊന്നല്ല. ഈ ശ്ലോകത്തിലെ ഏകം സത്യം ന ദ്വിതീയം എന്ന പ്രയോഗം ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഉദ്ദാലക മഹർഷി ശ്വേതകേതുവിന് സത്യസ്വരൂപം വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭം ഛാന്തോഗ്യോപനിഷത്തിലുണ്ട്. അവിടെ മഹർഷി പറയുന്നത് ഇങ്ങനെയാണ്: സദേവ സൗമ്യ ഇദമഗ്ര ആസീത് ഏകം ഏവ അദ്വിതീയം. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: സൗമ്യ, അഗ്രേ ഇദം സദ് ഏവ ആസീത് ഏകമേവ അദ്വിതീയം. എന്നുവെച്ചാൽ ഹേ സൗമ്യ, സൗമ്യ എന്ന കുട്ടി എന്നുള്ള അർത്ഥത്തിലാണ്. ആദിയിൽ ഈ പ്രപഞ്ചം ഏകവും അദ്വിതീയവുമായ സത്ത് മാത്രമായിരുന്നു. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. സത്യം ഒന്നു തന്നെ, സത്യമായി രണ്ടാമതൊന്നില്ല എന്നു തന്നെയാണ് ഉദ്ദാലക മഹർഷിയും അവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രുതിപ്രമാണത്തിന് വേണ്ടിയാണ് ഈ ഉപനിഷദ് വാക്യത്തെ ഏകം സത്യം ന അദ്വിതീയം എന്ന തരത്തിൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഈ ദർശനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സത്യം ഏകം, സത്യം ഏകമാകുന്നു. സത്യം ഏകമേവ, സത്യം ഒന്നു തന്നെ. ദ്വിതീയം സത്യം ന, രണ്ടാമതൊന്ന് സത്യമല്ല എന്നിങ്ങനെ സത്യത്തിൻ്റെ ഏകത്വം അസന്നിഗ്ധമായി ഈ പ്രസ്താവത്തിലൂടെ സമർത്ഥിച്ചിരിക്കുന്നു. ഒരു വസ്തുവിനുണ്ടാകാവുന്ന സ്വഗത ഭേദം, സജാതീയ ഭേദം, വിജാതീയ ഭേദം എന്നിവയെ സത്യത്തിൽ നിന്ന് നിഷേധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ശിലയിൽ നിർമ്മിച്ച ശിവലിംഗത്തെ ദൃഷ്ടാന്തവൽക്കരിച്ചുകൊണ്ടാണ് ഈ സമർത്ഥനം ഗുരു നടത്തിയിരിക്കുന്നത്. ശിവലിംഗം ഗൂഢാർത്ഥഗർഭമായ ഒരു കാവ്യബിംബമാണ്. ആ ബിംബകൽപ്പനയുടെ
ശില്പരൂപമാണ് ശില്പി ശിലയിൽ കൊത്തി ഉണ്ടാക്കുന്നത്. പ്രത്യേക ആകൃതി വിശേഷമൊന്നുമില്ലാതിരുന്ന ശിലയിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ കൊത്തിപ്പൊടിച്ച് കളഞ്ഞതിന് ശേഷം മിനുക്കുപണികൾ നടത്തിയാണ് ശില്പി ശിവലിംഗമുണ്ടാക്കുന്നത്. ശിവലിംഗരൂപം ശിലയിൽ ഉണ്ടാക്കിയെടുക്കുന്ന കലാവിരുതാണ് ശില്പി അവിടെ പ്രയോഗിക്കുന്നത്. അതിൻ്റെ ഫലമായി ശിവലിംഗം എന്ന കലാരൂപമുണ്ടായി വന്നു. എന്നിരുന്നാലും ആ ശിലയ്ക്ക് സ്വത്വപരമോ ഘടനാപരമോ ആയ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശിവലിംഗമായി മാറ്റിയെടുക്കപ്പെട്ടതിന് മുമ്പുണ്ടായിരുന്ന ശില തന്നെയാണ് ശിവലിംഗമായി മാറുന്നത്. പുതുതായ യാതൊരു വസ്തുവും അവിടെ നിർമ്മിക്കപ്പെടുന്നില്ല. എന്നിരുന്നാലും ആ മാറ്റത്തിന് ചെലുത്താൻ കഴിയുന്ന സ്വാധീനം ചെറുതല്ല. അരിയുപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ മഹാഗുരു അത് തെളിയിച്ചു കാണിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പ്രാപഞ്ചികന്മാർ തികഞ്ഞ ഭൗതികവാദികളാണ്. പ്രാപഞ്ചികമായ ഇന്മയെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഒരിക്കലും അവർ തയ്യാറാവില്ല. അവരെ സത്യദർശന വീഥിയിലേക്ക് നയിക്കാൻ ഭൗതികാധിഷ്ഠിത പ്രബോധന പരിപാടികൾ തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാലേ വിജയിക്കൂ. അരുവിപ്പുറത്ത് ഗുരു തുടങ്ങിവെച്ച ആധ്യാത്മിക വിപ്ലവ മാതൃക അനിതര സാധാരണമായ ഒരു ബൗദ്ധിക മുന്നേറ്റത്തിനാണ് നാന്ദി കുറിച്ചത്. ആ വിപ്ലവം വെന്നിക്കൊടി പാറിച്ചത് കളവങ്കോടത്ത് ഗുരു നടത്തിയ കണ്ണാടി പ്രതിഷ്ഠാവേളയിലാണ്. ലോകത്ത് മറ്റൊരു ഗുരുക്കന്മാർക്കും സാധിക്കാതിരുന്ന വിപ്ലവ മാതൃകയാണ് ഗുരു പ്രയോഗതലത്തിൽ കൊണ്ടുവന്ന് വിജയം കൈവരിച്ചത്. ഗുരു കാട്ടിത്തന്ന മാതൃക പിന്തുടർന്ന് പുതുപുതു മാതൃകകൾ കണ്ടെത്തിയാൽ മാത്രമേ പ്രാപഞ്ചികതയുടെ പിടിയിൽ നിന്നും പൊതുസമൂഹത്തെ ഉദ്ധരിക്കാൻ സാധിക്കൂ. ഈ ശ്ലോകത്തെപ്പറ്റി ഇത്രയും കാര്യങ്ങളാണ് വിശദീകരിക്കാനായിട്ടുള്ളത്. ഈ ഒരു ശ്ലോകത്തോടു കൂടി അസത്യ ദർശനം ഗുരു ഉപസംഹരിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.